ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ദുരന്ത മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയ്റോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായങ്ങളെയും സേവനങ്ങളെയും ജനോപകാരപ്രദമായി നിലനിർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി. 4 മാസം നീണ്ടുനിൽക്കുന്ന 21ാമത് കന്നുകാലി സെൻസസിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഭക്ഷ്യ സാങ്കേതിക വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ് കേരളമെന്ന് മന്ത്രി പി രാജീവ്. നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്നത് സജീവ പരിഗണനയിലെന്ന് മന്ത്രി വി എൻ വാസവൻ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടത്തും. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെന്റ് LPS മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഉരുൾപൊട്ടലിൽ SSLC സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പകർപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ഹ്രസ്വസമയ വിശ്രമത്തിനായി സജ്ജമാക്കിയ 0484 എയ്റോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിൽ 550 കോടി രൂപ ചെലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്ന നയമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. വ്യവസായങ്ങളെയും സേവനങ്ങളെയും ജനോപകാരപ്രദമായി നിലനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ജനപ്രതിനിധികൾ, വ്യവസായികൾ, സിയാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. 21ാമത് കന്നുകാലി സെൻസസിന് നാളെ തുടക്കമാകും. 4 മാസം നീണ്ടുനിൽക്കുന്ന സെൻസസ് ഡിസംബർ 31-ന് സമാപിക്കും. സംസ്ഥാനത്തെ 1,06 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്ത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. മൃഗങ്ങളുടെ ഇനം, പ്രായം, ലിംഗഘടന എന്നിവ ഉൾപ്പെടെ കന്നുകാലികളുടെ എണ്ണത്തിലുള്ള വർധനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് കന്നുകാലി സെൻസസിന്റെ പ്രാഥമിക ലക്ഷ്യം. നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്നത് സജീവ പരിഗണനയിലെന്ന് മന്ത്രി വി എൻ വാസവൻ. വയനാട് ദുരന്തം മൂലമാണ് നെഹ്റു ട്രോഫി മാറ്റിവെച്ചത്. എന്നാൽ അനിശ്ചിതകാലമായി വള്ളംകളി മാറ്റിവെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടത്തണമെന്ന് ജലോത്സവ പ്രേമികളും ക്ലബ്ബുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് അറിയിച്ചു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ പാലക്കാട്ടെ വ്യവസായികളും പൌരപ്രമുഖരുമായി സംവദിച്ചു. പാലക്കാടിന്റെ വിവിധ വികസന പരിപാടികൾ സംബന്ധിച്ച് പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ രാഷ്ട്രീയം വികസന അജണ്ടയിലേക്ക് മാറിയെന്ന് നദ്ദ പറഞ്ഞു. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അവർ കേരളത്തെ അഴിമതിയിലാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. MR അജിത് കുമാർ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന കൊടും കുറ്റവാളിയാണെന്നും സുജിത് ദാസ് സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കുന്നുവെന്നും PV അൻവർ ആരോപിച്ചു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എങ്കിലും നടപടി ഉണ്ടായില്ല. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും PV അൻവർ പറഞ്ഞു. പത്തനംതിട്ട SP സുജിത് ദാസ് നടത്തിയ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തത് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാനായി PV അൻവർ ഇന്ന് മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടത്. കേരള പോലീസിനെ സംബന്ധിച്ച് ഒരു CPM MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു. ആരോപണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പുറത്താക്കണം. കേരളം നടുങ്ങുന്ന ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ശ്രീ സതീശൻ കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഫുഡ് ടെക്നോളജി വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ് കേരളമെന്നും ഇതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കേരള ഫുഡ് ടെക് കോൺക്ലേവ് എന്നും മന്ത്രി പി രാജീവ്.
ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക, മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകൾ കൂടുതൽ നിക്ഷേപകരിലേക്ക് എത്തിക്കുക, നിലവിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് ഫുഡ് ടെക് കോൺക്ലേവ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. നാളെ മുതൽ 18 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ 6 ടീമുകളാണ് മത്സരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൈറ്റൻസും ആലപ്പി റൈഫിൾസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിവയാണ് മറ്റ് ടീമുകൾ. നാളെ വൈകുന്നേരം 6 മണിക്ക് KCLന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഗാനം ഗായകൻ അരുൺ വിജയ് ആലപിക്കുന്നതോടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാകും. 60 കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ദൃശ്യവിരുന്നും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ നടൻ മോഹൻലാൽ ചടങ്ങിന് ഔദ്യോഗിക തുടക്കം കുറിക്കും. ഈ മാസം 16 വരെ ആദ്യ റൗണ്ട് മത്സരങ്ങളും 18 ഫൈനലും നടക്കും. മത്സരങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും ചലച്ചിത്ര താരം മമ്മൂട്ടി. സിനിമയിൽ ശക്തി കേന്ദ്രമില്ല. അഭിനേതാക്കളുടെ സംഘടനയുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാത്തതെന്നും മമ്മൂട്ടി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങൾ ആണെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടൻ ജയസൂര്യ പ്രസ്താവനയിൽ അറിയിച്ചു. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയിൽ സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് UDF നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും മുന്നണി നേതൃത്വം അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ 10 പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായ കേരളം, അസം, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങൾ ഈ വർഷം സന്ദർശിച്ചതായി കേന്ദ്ര സർക്കാർ. മെമ്മോറാണ്ടത്തിനായി കാത്തുനിൽക്കാതെ നാശനഷ്ടങ്ങളുടെ നേരിട്ടുള്ള വിലയിരുത്തലിന് മുൻകൂറായാണ് സംഘം സന്ദർശനം നടത്തിയത്. ഗുജറാത്തിലെ മഴയും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനത്തെ പ്രളയബാധിത ജില്ലകൾ കേന്ദ്ര സംഘം ഉടൻ സന്ദർശിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് വൈകുന്നേരത്തോടെ അതിതീവ്ര ന്യൂനമർദ്ദമായും നാളെ രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായും ശക്തി കുറയാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ കനത്ത മഴ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഇന്ന് യാത്ര ആരംഭിക്കുന്ന സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്, മറ്റന്നാളത്തെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് തുടങ്ങിയവ റദ്ദാക്കി. ഇന്നലെ യാത്ര ആരംഭിച്ച ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, കോർബ കൊച്ചുവേളി എക്സ്പ്രസ്, എറണാകുളം പാറ്റ്ന സൂപ്പർഫാസ്റ്റ് എന്നിവയുടെ റൂട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനിടെ അങ്കമാലി യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. പ്രശസ്ത നാടകകൃത്തും സാഹിത്യകാരനുമായ KJ ബേബിയുടെ നിര്യാണത്തിൽ മന്ത്രി OR കേളു അനുശോചിച്ചു. ആദിവാസി പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പരിസ്ഥിതി, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും KJ ബേബി നിർവഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ദുരന്തമേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയ്റോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായങ്ങളെയും സേവനങ്ങളെയും ജനോപകാരപ്രദമായി നിലനിർത്തുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി. 4 മാസം നീണ്ടുനിൽക്കുന്ന 21ാമത് കന്നുകാലി സെൻസസിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഭക്ഷ്യ സാങ്കേതിക വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ് കേരളമെന്ന് മന്ത്രി P രാജീവ്. നെഹ്റു ട്രോഫി വള്ളംകളി ഓണക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്നത് സജീവ പരിഗണനയിലെന്ന് മന്ത്രി VN വാസവൻ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.